Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്പീക്കർ ഉണ്ടാക്കാനായിട്ടാണ്. നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്പീക്കർ ഇതിന് കുറഞ്ഞ ചിലവും വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോയാലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു 3 വാട്ട്സിൻ്റെ ഒരു സ്പീക്കർ വേണം. അപ്പോൾ നമ്മൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൽ 2 വയേഴ്സ് നമ്മൾ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തതിനു ശേഷം പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. കറക്റ്റായിട്ട് ആ ഒരു വയേഴ്സിൻ്റെ ഇതിൽ തന്നെ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. 3 ജോഡിയായിട്ടാണ് വേണ്ടത്, 2 പീസ് വെച്ച്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് അതിന് ഒരു കഷ്ണം എടുത്തതിന് ശേഷം നമ്മളതിൽ ഈ ഒരു സ്പീക്കർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്യും കൂടി വേണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തള്ളി കൊടുത്താൽ ഇതങ്ങ് കട്ടായിക്കോളും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലെറ്റേഴ്സൊക്കെ ഉള്ളൊരു ഭാഗം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് വെക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിരിക്കും. ഇതിൻ്റെ നമുക്ക് കുറച്ച് ഗ്ലൂവും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റായി ഇരുന്നോളും. പിന്നെ നോക്കണ്ട, പിന്നെ നമ്മൾ അത് ഗ്ലൂ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇത് ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കണം നമ്മൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റായി കൊടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്, സിമ്പിളായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ പീസുകളും നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ 2 പീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ പീസുകളും നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഈ സൈഡ് ഉള്ളതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ബാക്കിയുള്ളതൊന്നും നമ്മളിപ്പോൾ ഒട്ടിക്കുന്നില്ല. ബാക്കി 2 പീസും കൂടി ഉണ്ടാവും, അത് നമ്മൾ ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററി വേണം. ലാപ്ടോപ്പിൽ ഉണ്ടാകുന്ന സൈസ് ആ ഒരു ബാറ്ററിയാണ്. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് 2 വയേഴ്സ് നമുക്ക് ഷോൾഡർ ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് നമുക്കൊന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു റിങ്ങിലൊരു ഭാഗമാണ് പോസിറ്റീവ്. നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. പവർ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ താഴെ പോയാണ്ട് നമ്മുടെ ചാനലിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2 കാർഡ്ബോർഡ് പീസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് എടുക്കണം. നമ്മളൊരു സ്ക്വയർ വരച്ചു, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോളും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ സാധനം വേണ്ട ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് കടയിൽ നിന്നാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതേ ഒരു സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണ്, ഒരു ബോർഡിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഗ്ലൂ ഇട്ട് സെറ്റായി കൊടുക്കണം. നമ്മളിപ്പോൾ അവിടെ ഒരു ഹോളിട്ട് ഈ ഒരു സംഭവം കയറ്റി വെക്കാനായിട്ടാണ്. നമ്മൾ ഇതുപോലെ ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ വയേഴ്സൊക്കെ ഒന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, സ്പീക്കർ പോസിറ്റീവ് നെഗറ്റീവ്, അതുപോലെ തന്നെ ഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഓഡിയോ സംഭവമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 ഷോൾഡറിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ബാറ്ററി അങ്ങ് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ ആ ഒരു ബോർഡിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ആ ഒരു ബോർഡിലോട്ട് കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ 5 വാൾട്ടിൻ്റെ ഇതാണ് ബോർഡാണ്. അതുകൊണ്ട് നമ്മൾ 3 വാട്ട്സിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മളിതിൽ കണക്ട് ചെയ്യുന്നത്. ഒരു ലിഥിയം ബാറ്ററി 3 വാട്ട്സിന് മുകളിലുണ്ട്, 3.5 വാട്ടാണ്. നമ്മളതാണ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു വയർ വേണം, ഒരു ഓഡിയോ ജാക്ക് വയർ വേണം. നമ്മൾ ഇതുപോലെ 3 പിന്നിലാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ 3 വയേഴ്സും ഉണ്ട്. ഇതിൽ നമുക്ക് റെഡും ബ്ലാക്കും വയറും മാത്രം മതി, മറ്റേ ഒരു വൈറ്റ് വയർ നമുക്ക് ആവശ്യമില്ല. അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ഇതുപോലെ ഇനി ആ ഒരു ബോർഡിലോട്ട് ഷോൾഡർ ചെയ്ത് കൊടുക്കണം. നമ്മളിത് എല്ലാത്തിനും മുന്നേ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആ ഒരു വയേഴ്സ് നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ബോക്സിന് എന്തിനാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു വയർ ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഷോൾഡർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു വയർ പുറത്തൂടെ ആയാൽ ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഹോൾ ഇട്ട് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയർ ഇതിലോട് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വയർ സൈഡിലായിട്ട് വരുന്ന ഒരു ഇതിൽ ആണ് കണക്ട് ചെയ്യുന്നത്. എ എന്ന് എഴുതിയിട്ടുള്ളതിൽ റെഡ് നമ്മൾ എൽ എന്ന് എഴുതിയിട്ടുള്ളതിലാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളത് കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് സ്പീക്കേഴ്സാണ് നമ്മൾ ഇതിലോട്ട് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ സ്പീക്കേഴ്സും നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാം.
അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ലെഡ് അപ്ലൈ ചെയ്തിരുന്നു. നമ്മളിത് ഇതുപോലെ തന്നെ ഈ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്, സ്പീക്കർ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അതുപോലെ അങ്ങ് കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടി വെക്കുക. നമുക്ക് ഇനി അടുത്തായിട്ട് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ആ ഒരു ബാറ്ററി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്തോട് തട്ടിക്കളിച്ച് ആ ഒരു ബോർഡിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഈ ഒരു ബോക്സിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് അവിടെയായിട്ട് ഒട്ടിച്ചു. ഇനി നമ്മുടെ ഈ ഒരു കാർഡ് ബോർഡിൻ്റെ ഈ ഒരു മുകൾ വശം നമ്മൾ ഇവിടെ ആയിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിൽ നമ്മൾ ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നല്ല വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യും. അപ്പോൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ലഭിക്കുള്ളൂ. ഇതുപോലെ ലാസ്റ്റ് പീസും കൂടി വെച്ച് നമ്മളിതൊന്ന് അടച്ചെടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത്, അതൊരു ബോറായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസും കൂടി വെച്ച് ഒട്ടിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതാ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഈ ഒരു ഗ്ലൂ ഒക്കെ നമുക്കൊന്ന് ഒരു കത്തി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചൊന്ന് ഇതുപോലെ കളഞ്ഞെടുക്കണം. എന്നാലേ ഒരു ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ. അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു. ഇനി അടുത്തായിട്ട് ഈ ഒരു വയറിൻ്റെ ഇവിടെയായിട്ട് കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആ ഒരു വയർ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് പോരാതിരിക്കാനായിട്ടാണ് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, ചാർജ് ആവുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു പവർ ബാങ്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ നാം താഴത്ത് കൊടുക്കാം. നമ്മൾ സെറ്റായിട്ട് ചാർജൊക്കെ കയറുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇത് ഓൺ ചെയ്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓണായിട്ടുണ്ട്. ഒരു ഗ്രീൻ ഇൻഡിക്കേറ്ററാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്തു, അതിൻ്റെ എയർഫോൺ കണക്ട് ചെയ്യുന്ന ഒരു സൈഡിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്കൊരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ തന്നെയാണ്, സൗണ്ടിൻ്റെ ക്ലിയർ നിങ്ങൾക്ക് നോക്കാം. ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയൊരു മിനി ഇൻവെർട്ടറാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനധികം ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻവെർട്ടർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും മനസ്സിലാവും. Think it's empty again. Better fill it up before I go. Cause I'm nothing to feel. Catch me in being to see what I see. Nice to know how to mix it up. Go with it, flow with it, get it up. Oh Lord, think you know what I'm like. But you don't fall, you lose control. Bittersweet melody. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സ്പീക്കറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് അടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ബോർഡ് നമുക്ക് വാങ്ങിക്കുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യം എല്ലാവരും വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം.